നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമായ കാളനുമായിട്ടാണ്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാളനെന്നും കുറുക്ക് കാളനെന്നും കട്ടിക്കാളനെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് തന്നെ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസിനും റെസിപ്പീസിനും നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും എൻ്റെ വീഡിയോസിനും റെസിപ്പീസിനും നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലൂടെ കിടക്കാം. ഇപ്പോൾ കുറുക്കുകാളിന് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് പച്ചക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ കിട്ടിയാൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എനിക്കിവിടെ പച്ചക്കായാണ് കിട്ടിയത്. പിന്നെ ഒരു ചെറിയ പീസ് ചേന, ഒരു 3 പച്ചമുളക്, 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ ചിരകിയത് അരപ്പിന് വേണ്ടിയിട്ട്. ഇത്രയുമാണ് നമുക്ക് കാളന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇപ്പം ഇവിടെ ഞാനിത് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പച്ചക്കായനെ ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു സൈസിൽ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ചേന വളരെ ചെറിയ ക്യൂബ് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കാരണം അത് വേകാൻ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തു. പിന്നെ പച്ചമുളകിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തിടണം. പച്ചമുളക് എരിവിന് ആവശ്യമുള്ളതനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നോർമലി കാളന് എല്ലാവരും എടുക്കുന്നത് ഒരു നേന്ത്രക്കായ ആയിരിക്കും. ചേനയൊക്കെ ഓപ്ഷനായിട്ട് ചിലവർ മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ ഇവിടെ ഇപ്പോൾ പച്ചക്കായാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേനയും കൂടി ഇടുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചേന താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചക്കായ മാത്രം ഉപയോഗിച്ചും ചെയ്യാം, നേന്ത്രക്കായ മാത്രം ഉപയോഗിച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിങ്ങിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഇപ്പം കറിച്ചട്ടിയിലോട്ട് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വേവിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു അടപ്പ് വെച്ച് ഇതിനെ അടച്ച് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് വേകുന്ന നേരം കൊണ്ട് കാളനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കാളന് വേണ്ടിയിട്ടുള്ള അരപ്പ് നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലെ ആ ഒരു ചേനയുടെ പീസ് നമുക്ക് കോരി എടുത്തിട്ട് ഒരു ചെറിയ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് വെന്തോ ഇല്ലയോ എന്ന് അറിയാം. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലേ കാളനിൽ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് പീസ് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ ചേന ചേർത്തത് കൊണ്ടാണ് ഇത് ഈ 10 മിനിറ്റ് എടുത്തിരിക്കുന്നത്. ചേന ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറുക്ക് കാളനാവുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കുറുകിയാണ് വരുന്നത്. പക്ഷെ കട്ടിക്കാളൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് വരും. അതിന് ആ വെള്ളമൊക്കെ കുറേ കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് കട്ടിക്കാളനായിട്ട് കിട്ടും. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുറുക്ക് കാളനായിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. സദ്യയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹാർഡായാലും കുഴപ്പമില്ല, കട്ടിക്കാളൻ എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി ഇത് ഈ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് തിളയ്ക്കാനായിട്ട് ഇതുപോലെ വെച്ചേക്കാം. ഇപ്പം ഇവിടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ശർക്കര ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു യെല്ലോന്ന് മാറി ബ്രൗണിലോട്ട് വരും. പഞ്ചസാര ആകുമ്പോൾ ആ കറക്റ്റ് യെല്ലോ കളറിൽ തന്നെ നിൽക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ നേന്ത്രക്കായൊക്കെ ചേർക്കുമ്പോൾ പകുതി പഴുത്ത പഴമൊക്കെയാണ് കൂടുതലും ആൾക്കാർ ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മധുരമൊക്കെ ബാലൻസ് ചെയ്യണം ടേസ്റ്റ് ചെയ്ത്. ഇതിന് കാളൻ എപ്പോഴും ഒരു ചെറിയ മധുരവും പുളിയൊക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോൾ എനിക്കിവിടെ ഇത് പച്ചക്കായേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. കാരണം ആ ഒരു പഴത്തിന് ഒട്ടും ഒരു മധുരവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉള്ള പഴമാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിനനുസരിച്ച് മധുരം മാറ്റണം. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി അതൊന്ന് ചൂടാകുന്നത് വരെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല തൈര് ചേർത്തതിന് ശേഷം. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു ചെറിയ പാൻ എടുത്തിട്ട് ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുന്നത് വളരെ കുറച്ച് വേണം ചേർക്കാനായിട്ട്. അത് നല്ലൊരു കാളന് മണം കിട്ടാനാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് ഈ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്ക് കാളൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കാളൻ ഇരിക്കുന്നത്. ഇത് ഇനിയും ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോയും റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.